ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വർക്ക് പറഞ്ഞാൽ മാരുതി എർട്ടിക ഉണ്ടോ, എർട്ടികേൻ്റെ പെട്രോളാണ്. എർട്ടികേൻ്റെ വാൽക്ക് ഒരു ഗ്യാസ്കറ്റ് ലീക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഗ്യാസ്കറ്റ് അഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എയർ ഫിൽറ്റർ അസംബ്ലി ഫുള്ളായിട്ട് അഴിച്ചെടുക്കണ്ടോ, എന്നാലും നമുക്ക് വാൽക്കർ അഴിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 10ൻ്റെ ഒരു ബോൾട്ട് അഴിച്ചിട്ടുണ്ട് ഈ സൈഡ്, അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും 10ൻ്റെ ഒരു ബോൾട്ട് ഉണ്ട്. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ബാക്കിലെ കവറവിടെ നിർത്തിയിട്ട് ഈ ഒരു ഫ്രണ്ടിലെ പോർഷൻ മാത്രമേ അയക്കാം കേട്ടോ. പിന്നെ ഒരു കുറച്ച് വയറിങ് കൂടെ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അത് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ 2 10ൻ്റെ ബോൾട്ട് വെച്ചു. ഇനി ഇതാ അവിടെ പൊക്കി കൊടുക്കുക കേട്ടോ. ഇതാണ് മാറ്റി വയ്ക്കുക. ഈ ഒരു കവർ മാത്രം മാറ്റി വയ്ക്കാം, ബാക്കിയുള്ള പോർഷൻ അവിടെ ഇരുന്നോട്ടെ. വാൽക്കവർ ഇതായിരിക്കണം. ഈ 4 ഇഗ്നേറ്റർ അയക്കണം. അതിനുശേഷം ചുറ്റും ബോൾട്ട് ഉണ്ടായിരിക്കും. പിന്നെ കുറച്ച് പൈപ്പും, ബ്രീത്തറിൻ്റെ പൈപ്പ്, PCV വാൽവിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇഞ്ചക്ടറിൻ്റെ സോക്കറ്റ് അഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ആ വാൽ കവറിൻ്റെ സൈഡിലേക്ക് കുറച്ച് വയറിങ് ക്ലിപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ക്ലിപ്പിങ് ജസ്റ്റ് മാറ്റി വയ്ക്കുക. വാൽ കവർ പൊക്കുന്ന സമയത്ത് നമ്മൾ തടയും. അപ്പോൾ ആ ക്ലിപ്പിങ്ങും കാര്യങ്ങളൊന്നും മാറ്റി വയ്ക്കുക. ഓക്കെ, അപ്പോൾ അത് എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ആ വയറിങ് എല്ലാം കാര്യങ്ങളും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ അത് ബ്രീത്തറിൻ്റെ ഓസും പിന്നെ അപ്പുറത്ത് PCV വാൽവിൻ്റെ ഒരു ഓസും ഉണ്ട്. അതും കൂടി ജസ്റ്റ് അതിനൊന്നും മാറ്റി വെക്കണം കേട്ടോ. അതെല്ലാം വാൽക്കവറിൻ്റെ മുകളിലാണ്. വാൽക്കവർ അയക്കണമെന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങളൊക്കെ മാറ്റണം. അപ്പോൾ അടുത്ത് നമ്മൾ PCV വാൽവിൻ്റെ ഓസാണ്. ക്ലിപ്പും കാര്യങ്ങളിലായിരിക്കും. ആ ക്ലിപ്പും മാറ്റിയിട്ട് ജസ്റ്റ് വലിച്ച് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഓസും നമ്മൾ ഇതാ മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഇഗ്നിഷൻ കോയിൽ അഴിച്ച് മാറ്റും. 10ൻ്റെ ബോൾട്ടിനായിരിക്കും. 10ൻ്റെ ബോൾട്ടും ഓരോന്ന് അഴിച്ചിട്ട് നമുക്ക് ഓരോ ഇഗ്നിഷൻ കോയിൽ മാറ്റി വയ്ക്കാം കേട്ടോ. ഇത് ഓരോ സിലിണ്ടറും സെപ്പറേറ്റ് ഇഗ്നിഷൻ കോയിലാണ് വരുന്നത്. സ്വിഫ്റ്റും കാര്യങ്ങളൊക്കെ സെയിമാണ്. പെട്രോളിൻ്റെ സ്വിഫ്റ്റ് എല്ലാം സെയിമാണ് കേട്ടോ. അപ്പം എല്ലാം ബോൾട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഓരോന്ന് പൊക്കിയെടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് ഇതാ ഇതേപോലെ മുകളിലേക്ക് പൊക്കിയെടുത്താൽ ആണ് പോരും. അടുത്ത് നമുക്ക് ഇനി വാൽക്കറിൻ്റെ ചുറ്റില് 10ൻ്റെ ബോൾട്ടാണ്. കുറേ 10ൻ്റെ ബോൾട്ടുകൾ ഉണ്ടായിരിക്കും. അത് ഓരോന്നായിട്ട് അഴിച്ചെടുക്കുക. അതിന് ശേഷം വാൽക്കർ പൊക്കിയെടുത്താൽ മതി. എല്ലാ ബോൾട്ടുകളും അയച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള ബോൾട്ട് വീഡിയോ കാണിക്കാത്തതാണ്. എല്ലാ ബോൾട്ടുകളും അയച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വാൽക്കവർ ആണ് പൊക്കിയെടുത്താൽ മതി കേട്ടോ. ആ ബോൾട്ടും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. ഇതാ അതേപോലെ പൊക്കിയിടുക. ചില നല്ല പിടുത്തുണ്ടായിരിക്കും, ചിലപ്പോൾ പിടുത്തുണ്ടായിരിക്കില്ല. അതേപോലെ പൊക്കിയെടുക്കുക. ഇതാണ് നമ്മുടെ വാൽക്കവറിൻ്റെ ഗ്യാസ്കറ്റ് കേട്ടോ. ആ ബ്ലാക്ക് ഇത് കാണുന്നുണ്ടല്ലോ, അത് ഹാർഡായി കഴിഞ്ഞാലാണ് അതിൽ ലീക്ക് വരും കേട്ടോ. റബ്ബർ ഹാർഡായി പോകും. അത് കുറേ കൂടി കഴിഞ്ഞാൽ ചൂടായിട്ട് അത് ഹാർഡായി പോകും. ഹാർഡായി കഴിഞ്ഞാൽ അത് ലീക്ക് വരാൻ ഇതാ ഗ്യാസ്കറ്റ് മാറ്റി പുതിയത് നമ്മൾ ഇടണം. അതിന് മുന്നേ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. ആ പാക്കിംഗ് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യണം. ഹെഡിൻ്റെ ടോപ്പും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യണം. അവിടെ ഓയിലിൻ്റെ മയം ഉണ്ടായിരിക്കും. അപ്പോൾ ഓയിലിൻ്റെ മയം ആദ്യം ഒരു പെട്രോൾ വേസ്റ്റിലാക്കിയിട്ട് നേരെ ക്ലീൻ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നേരെ വാൽ കവറും ക്ലീൻ ചെയ്യണം. അതിന് ശേഷം നമുക്ക് ഗ്യാസ്കറ്റ് ഇടാൻ പറ്റും. ക്ലീൻ ചെയ്യുന്ന സമയത്ത് പൊടിയും കാര്യങ്ങളൊന്നും അകത്തേക്ക് പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലതിൽ നല്ല അഴുക്കുണ്ടായിരിക്കും. നല്ലപോലെ ലീക്കായ വണ്ടികളിലെന്നുണ്ടെങ്കിൽ നല്ലപോലെ അഴുക്കുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് പുതിയ ഗ്യാസ്കറ്റ് കേട്ടോ. അപ്പോൾ ഈ ഗ്യാസ്കറ്റ് വാൽക്കവറിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കണം. അപ്പോൾ നമ്മൾ വാൽക്കവർ ഇടുന്ന സമയത്ത്, ഗ്യാസ്കറ്റ് ഇടുന്ന സമയത്ത് ചില ആൾക്കാർ കാണാം പേസ്റ്റ് ഇട്ട് ആണ്ട് അറമാദിക്കുന്നത്. അതായത് ആ വാൽക്കവറിൻ്റെ ഗ്രൂവിലൊക്കെ കാണാൻ പേസ്റ്റ് ഇടും. അല്ലാതെ ചിലൊരു ഗ്യാസ്കറ്റിൻ്റെ മുകളിൽ പേസ്റ്റ് ഇടും. അപ്പോൾ ഈ ഒരു റബ്ബർ പാക്കിങ്ങിന് നമുക്ക് പേസ്റ്റിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഞാൻ ഒരിക്കലും ഇടാറില്ല. ഇത് ശരിക്കും ഇതേപോലെ വെച്ചിട്ട് നേരെ ഇറക്കി വെച്ചാൽ പേസ്റ്റിൻ്റെ ആവശ്യമില്ല. നമ്മളെ
പേപ്പർ പാക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ പേസ്റ്റിൻ്റെ ആവശ്യമുള്ളൂ. റബ്ബർ പാക്കിങ്ങിന് പേസ്റ്റിൻ്റെ ആവശ്യം ഒരിക്കലും ഇല്ല. ജസ്റ്റ് അത് അവിടെ ഇറക്കി വെച്ചിട്ട് ആ ബോൾട്ടും കാര്യങ്ങളൊക്കെയാണ് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആൾക്കാർ നമ്മൾ ഗ്യാസ്കറ്റൊക്കെ വെച്ച് ഇറക്കി വെച്ച് ആ ബോൾട്ടും കാര്യങ്ങളും തിരിച്ചതേപോലെ തന്നെ ഇടുന്നു. ഞാൻ അഴിച്ച പോലെ തന്നെ ഓരോന്ന് റിട്ടേൺ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ടൈറ്റ് ചെയ്യുമ്പോൾ എല്ലാതും ഒരേപോലെ ടൈറ്റ് ചെയ്യണം കേട്ടോ. അടുത്തത് ഓസോടെ തിരിച്ച് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ മിഷൻ കൂടിയാണ് തിരിച്ച് അതേപോലെ തന്നെ വയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വാൽക്കർ ഗ്യാസ്കറ്റ് മാറേണ്ട ഇത് കേട്ടോ. മനസ്സിലായല്ലോ എന്തൊക്കെ കാര്യങ്ങൾ അയക്കേണ്ടതെന്ന്. വായിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ റിട്ടേൺ തിരിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം ഇതിൻ്റെ കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ലൈക്ക് ചെയ്യാൻ മറക്കും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.